പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF, അതായത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, അതിനെ പട്ടികയിൽ പെടുത്താൻ ഉള്ള നീക്കം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തന്നെ അത്തരം ആവശ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായതാണ്. ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനുകൂല പ്രചാരണം നടത്തുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ അതിനിടെ നടപടി ശക്തമാക്കിയിട്ടുമുണ്ട്. തുർക്കി ചൈനീസ് പത്രമാധ്യമ അക്കൗണ്ടുകളുടെ ഉള്ളടക്കം പരിശോധിച്ചു വരികയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാന്റെ കത്തിൽ ഇന്ത്യ നിലപാട് അറിയിച്ചേക്കും. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ത്യ ചില കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരും. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഉന്നയിച്ച ആവശ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് മാറ്റണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം തരണം എന്ന് പറഞ്ഞു കൊടുത്ത കത്തിലൊരു മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ നീക്കങ്ങളും ഇന്ത്യ സജീവമാക്കുകയാണല്ലോ. ക്രിസ്റ്റീന പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യ ഈ TRFനെതിരെ നീക്കം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചത്. ഇന്ന് അവിടുത്തെ പ്രത്യേക സംഘത്തെ അവർ കാണും. അവർ ഈ TRFനെ അതൊരു ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താനുള്ള ആവശ്യം വീണ്ടും ഉന്നയിക്കും. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി കൌൺസിൽ ചേർന്നപ്പോഴും ഈ TRFന്റെ പേര് പറയാതിരിക്കാൻ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ശ്രമിച്ചിരുന്നു. അങ്ങനെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് TRF എന്ന സംഘടനയുടെ പേര് പറയാതെയാണ് അന്ന് UN സെക്യൂരിറ്റി കൌൺസിൽ അവരുടെ ഒരു പ്രമേയം പാസാക്കിയത്. പക്ഷേ അതിനുശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഈ TRFനെ, അത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്, അതിനെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിന്ധു നദീജല കരാറാണ്. അത് റദ്ദ് ചെയ്ത ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് അയച്ചിരുന്നു. DGMO തല ചർച്ചയിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. പക്ഷേ ഭീകരവാദത്തെ തുടച്ചു നിൽക്കാതെ അത് പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം തരില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് ഈ കരാർ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ജമ്മു കശ്മീരിലെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിലേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ മറ്റു ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം ആ യാത്ര മാറ്റിവെച്ചുവെന്നാണ് വിവരം. പകരം അദ്ദേഹം ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിലായിരിക്കും ഇന്ന് സന്ദർശനം നടത്തുക. അവിടെ സുരക്ഷാ കാര്യങ്ങളും മറ്റും വിലയിരുത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വ്യോമതാവളത്തിലെത്തി അവിടുത്തെ ജവാന്മാരോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു. അതിന് അവിടെ ജവാന്മാർക്ക് സന്ദേശവും നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നീക്കം അത് ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. യെസ്, അപ്പോൾ അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. അപ്പോൾ ഇന്ത്യ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. TRF എന്ന സംഘടന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ അവരാണെന്ന ഇന്ത്യയുടെ ഉറപ്പ്, അതുകൊണ്ട് തന്നെ അവരെ ഭീകര സംഘടനയിൽ പെടുത്തണം എന്ന ആവശ്യം ഇന്ത്യ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. അത് UN ആ രീതിയിൽ തന്നെ പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതെ.